ഹായ് ഡിയേഴ്സ്, കർണാടക കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് കർണാടകയുടെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് റിസൾട്ട് 24-ാം തീയതിയാണ് പബ്ലിഷ് ആവുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടാവും. നമ്മൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ കുറച്ച് മുന്നേ ഇട്ടിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, ഇനി സെക്കൻഡ് റൗണ്ടിലോ മോപ്പപ്പ് റൗണ്ടിലോ നമുക്ക് കർണാടകയിൽ ഒരു മെഡിക്കൽ സീറ്റോ ഡെന്റൽ സീറ്റോ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും ചാൻസ് നമുക്ക് കിട്ടിയാൽ സെക്കൻഡ് റൗണ്ടിലോ മോപ്പപ്പ് റൗണ്ടിലോ പങ്കെടുക്കാവുന്നതാണ്. അത് കെയുടെ വെബ്സൈറ്റ് എപ്പോഴും നമ്മൾ വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. വെബ്സൈറ്റ് അഡ്രസ് എല്ലാവർക്കും അറിയാം. വെബ്സൈറ്റ് അഡ്രസ് എല്ലാവർക്കും പരിചയമുണ്ടാകും. അതായത് kar.nic.in എന്ന വെബ്സൈറ്റിലാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് അതർ സ്റ്റേറ്റിലുള്ള കുട്ടികളുടെ കോളേജുകളും അതിൻ്റെ ഫീസ് ഡീറ്റെയിൽസുമാണ് നമ്മൾ പറയുന്നത്. അതർ സ്റ്റേറ്റിലെ, അതായത് കർണാടകയുടെ പുറത്തുള്ള സ്റ്റേറ്റിലെ നമ്മളെപ്പോലുള്ളവർക്ക് ഉള്ള ഫീസ് സ്ട്രക്ചേഴ്സ്, ഒപ്പം തന്നെ എത്ര സീറ്റുകളുടെ എണ്ണവും കൂടി നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലോ മോപ്പപ്പ് റൗണ്ടിലോ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, നമുക്ക് ഒരു മെഡിക്കൽ സീറ്റ് ലഭിക്കണമെങ്കിൽ നമുക്ക് കർണാടകയിലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതാണ് ഫീസ് സ്ട്രക്ചേഴ്സ്. കർണാടകയിലെ ഫീസ് സ്ട്രക്ചേഴ്സുകളാണ് നമ്മളിവിടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓരോ കോളേജിന്റെയും ഫീസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് പറയാം. ഇപ്പൊ ഇത് ഗവൺമെന്റ് ഫീസാണ്. അവരുടെ ഗവൺമെന്റ് കോളേജുകളിലെ കുട്ടികൾക്ക്, കർണാടകയിലുള്ള കുട്ടികളുടെ ഫീസാണ് ഇവിടെ ആദ്യത്തെ കോളത്തിൽ പറയുന്നത്. രണ്ടാമത്തതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പ്രൈവറ്റ് ഫീസുകളാണ്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫീസ് കൊടുക്കേണ്ടത് എത്രയാണെന്ന് അറിയേണ്ടത്. അതുപോലെ തന്നെ NRI കോട്ടയിലുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതർ ഫീസ്. ഇത് അതർ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫീസ് കൂടുതലായിരിക്കും. അതർ ഫീ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൽ കൊടുക്കാം. നമ്മുടെ സ്കോർ കുറച്ച് കുറഞ്ഞാലും നമുക്ക് അതർ ഫീലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ NRIയുടെ ഒക്കെ അടുത്ത് തന്നെയുള്ള ഒരു ഫീസ് സ്ട്രക്ചേഴ്സ് തന്നെയാണ് അതർ ഫീലും വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ കോളേജുകളൊക്കെ തന്നെ ഗവൺമെന്റ് കോളേജുകളാണ്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ ഫീസ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജ്, BGS ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബാംഗ്ലൂർ. അപ്പം ഇവിടുത്തെ ഫീസ് നമ്മൾ നോക്കാവുന്നതാണ്. ഇവിടെ ആദ്യത്തത് അവരുടെ കുട്ടികൾക്കുള്ള ഫീസാണ്. അതായത് ഗവൺമെന്റ് കോട്ടയിൽ വരുന്ന ഫീസാണ് 1,41,196. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയുടെ എറൗണ്ട് ആയിട്ടാണ്. ഇത് ഫീസ് മാത്രമാണ്, കോളേജിന്റെ ട്യൂഷൻ ഫീ മാത്രമാണ്. ബാക്കിയുള്ള ഫീസുകളും ഉണ്ടാവും, ഹോസ്റ്റൽ ഫീസ് എല്ലാം ഉണ്ടാവും. ഇതാണ് ഇവരുടെ ഒരു ഫീസ് സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ NRI കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് 45 ലക്ഷത്തിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതർ കോട്ടയിൽ അതർ ഫീസായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് 45 ലക്ഷം എന്ന് പറയുന്നത്. ഇത് വേറെ തന്നെയാണ് കോട്ട. അപ്പൊ നമുക്ക് 3 കോട്ടയിൽ ഇവിടെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിലെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ കോളേജുകളും ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ പ്രൈവറ്റ് ഫീസ് ഓപ്പൺ കാറ്റഗറിക്കായിട്ടാണ്. അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്കാണ്. നമുക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. 10 ലക്ഷമാണ് ഇതിലെ എറൗണ്ട് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓരോ കോളേജുകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ രാമയ്യ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ആണ്, 10 ലക്ഷമാണ് എറൗണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ കൂടുതൽ പോകുന്ന ഒരു കോളേജാണ്. ഇതുപോലെ തന്നെ എല്ലാ കോളേജുകളും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ഉള്ള കോളേജുകളുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഒന്ന് ചെയ്യാൻ വിചാരിച്ചത്. പ്രൈവറ്റ് കാറ്റഗറീസിൽ വരുന്ന ഒരു ഫീസ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതർ ഫീസുകൾ
അതർ ഫീസ് സ്ട്രക്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. അതർ ഫീ നിങ്ങൾ എല്ലാവരും നോക്കണം, ഒരേ ഫീസ് അല്ല, ചിലത് വ്യത്യാസമുണ്ട്. 39 ലക്ഷം, 30 ലക്ഷം എല്ലാം അതർ ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ NRI ഫീസിലും ഡിഫറൻസ് ഉണ്ട്. ഞാൻ എല്ലാ ഫീസും ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാനാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് സ്ക്രോൾ ചെയ്തിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി 2 ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളുമുണ്ട്. അതായത് ഫാദർ മുള്ളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് ഉണ്ട്. ഇവരുടെ സീറ്റുകളുടെ എണ്ണം നമ്മൾ കറക്റ്റായിട്ട് പറയാം. 54 സീറ്റുകളാണുള്ളത്. നമ്മൾ സീറ്റ് മെട്രിക്സിൽ പറയുന്നുണ്ട്, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അവിടുത്തെ ഫീസും നോക്ക് അറൌണ്ട് 10 ലക്ഷം രൂപയാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി കുട്ടികൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ടാവുന്ന കോളേജാണ്. അതുപോലെ തന്നെ അല്ലമീൻ മെഡിക്കൽ കോളേജ് ബീജാപൂർ, ഇതും മുസ്ലിം മൈനോറിറ്റി കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 54 സീറ്റുകൾ ഉണ്ട് അവർക്ക്. അപ്പൊ കർണാടകയിലും എല്ലാം അവർക്ക് കോമൺ ആയിട്ടാണ് അപേക്ഷിക്കുന്നത്. കൂടുതൽ പ്രിഫറൻസ് കർണാടകയിലെ മുസ്ലിം കുട്ടികൾക്കാണ്. പക്ഷെ നമുക്കും അതിനൊരു അവസരം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം കുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ സെന്റ് ജോൺ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരാണ്. ഫീസ് കുറവുള്ള ഒരു കോളേജാണ്. 6,28,670 രൂപയാണ് ഇതിന്റെ ഫീസ് സ്ട്രക്ചേഴ്സ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയ വിദ്യാർത്ഥികൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് അതർ കോട്ട, നമുക്ക് പ്രൈവറ്റ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്ന ഫീസ് സ്ട്രക്ചേഴ്സ് ആണ്. ഇതെല്ലാം തന്നെ വരുന്നത് ഏകദേശം 10 ലക്ഷം അറൌണ്ട് ആണ്. ഇത് NRI കോട്ടയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് സ്ട്രക്ചേഴ്സ് ആണ്. ഇത് അതർ ഫീസ് ആണ്. ഇത് അതർ ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റാങ്ക് കുറവാണെങ്കിൽ, പൈസ അഫോർഡബിൾ ആണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇത് ഇന്ത്യൻ ആയിട്ടുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. നമുക്ക് NRIയുടെ സ്റ്റാറ്റസ് ഒന്നും ആവശ്യമില്ല. ഇന്ത്യയിൽ തന്നെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു അതർ ഫീസിന് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതൊരു ഓപ്പൺ കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ആ ഒരു ഫീസ് ഘടന അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കൊരു പ്രതീക്ഷ സെക്കൻഡ് അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം കേരളയുടെ അലോട്ട്മെന്റ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ എത്തും. ആ സമയത്ത് നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ 4 കോളേജുകൾ, അതായത് ഇനി പ്രിയ വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ 4 കോളേജുകൾ, അതായത് ഈ 4 കോളേജുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 4 കോളേജുകളും അതായത് മാണ്ഡ്യയില കോളേജും അതുപോലെ ഡോക്ടർ ചന്ദ്രമ്മ കോളേജ്, കാജാബാൻഡ കോളേജ്, STM കോളേജ്, ഈ 4 കോളേജുകളുടെയും പ്രത്യേകത അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ് നടത്തുന്നത്. അപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവരുടെ ഫീസ് ഘടനയിലും മാറ്റമുണ്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 3ലും ഫീസ് കൂടുതലാണുള്ളത്. നേരത്തെ 10 ലക്ഷം ആയിരുന്നെങ്കിൽ ഇതിന്റെ പ്രൈവറ്റ് ഫീസുകൾ നമുക്ക് കൂടുതലാണ്. അപ്പൊ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഈ 4 കോളേജുകളാണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതിന്റെ കോളേജിന്റെ കോഡുകളും ഉണ്ട്. കോളേജിന്റെ കോഡുകളും നോക്കുക. അപ്പൊ ഈ 4 കോളേജുകളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന കോളേജുകളാണ്. അതിന്റെ തന്നെ അതർ ഫീസും NRI ഫീസുകളും ശ്രദ്ധിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഡെന്റൽ കോളേജുകളുടെ ഫീസ് ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഡെന്റൽ കോളേജുകളുടെ ഫീസുകളും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ കോളേജുകളുടെയും ഫീസുകൾ അറൌണ്ട് 6 ലക്ഷമുണ്ട്, 3 ലക്ഷം ഉണ്ട്, 6 ലക്ഷത്തി ചില്ലാനുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഡെന്റൽ കോളേജുകളുടെ ഫീസ് നിരക്കുകൾ. ഓരോ കോളേജ് വൈസ് ആയിട്ടും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, ഇതിൽ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അതർ ഫീസും നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീസ് കൂടുതലാണിത്. ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു അതർ ഫീസ് ഐറ്റത്തിലും അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കാം, സീറ്റ് മെട്രിക്സ് നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇവിടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ട സീറ്റുകളുടെ എണ്ണമാണ് ഓപ്പൺ കോട്ടയില്. അതായത് ഓപ്പൺ കാറ്റഗറിയാണ്. OPN എന്ന് പറഞ്ഞാൽ ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ഫീസ് കൊടുത്തിട്ട് നമുക്ക് അപേക്ഷിക്കേണ്ട സീറ്റുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ കോളേജുകളുടെയും സീറ്റുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുൽബർഗ 9 സീറ്റ്. അപ്പൊ ഇവിടെ നോക്കുക, കർണാടക സ്റ്റേറ്റിന്റെ പ്രത്യേകത, അതർ സ്റ്റേറ്റുകാർക്ക്
643 സീറ്റുകളുണ്ട് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വേണ്ടി. കർണാടക ഗവൺമെന്റ് കൊടുക്കുന്നത് 643 മെഡിക്കൽ MBBS സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ കോളേജുകളുടെയും സീറ്റുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മൈനോറിറ്റി കോളേജുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സെന്റ് ജോൺ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ ഇവിടെ നോക്കുക, അതർ സ്റ്റേറ്റിൽ 10, ഓരോന്നും ഇത് റിസർവേഷൻ സീറ്റുകളാണ്. RC1, RC2, RC3 എന്ന് പറഞ്ഞിട്ടുള്ള റിസർവേഷൻ സീറ്റ്, അതായത് റോമൻ കാത്തലിക് ക്രിസ്ത്യൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 150ഓളം സീറ്റുകളാണ് ഉള്ളത്. 150 സീറ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ MC സീറ്റുകളും ഉണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫാദർ മുള്ളർ കോളേജ് ബാംഗ്ലൂരിലുള്ളത് 54 സീറ്റുകളുണ്ട്. അപ്പൊ ഇത് ഓൾ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് റിസർവേഷൻ ഉള്ള സീറ്റുകളാണ്. അപ്പൊ കുറഞ്ഞ ഫീസിൽ തന്നെ പഠിക്കാവുന്ന, ഓപ്പൺ മെറിറ്റിൽ നിന്ന് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഓപ്പൺ മെറിറ്റില് 14 സീറ്റും ഉണ്ട്. ഓപ്പൺ മെറിറ്റിലും അപേക്ഷിക്കാം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവിടേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കർണാടകയിലുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റിയും അതർ സ്റ്റേറ്റിലുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റിയുള്ള കുട്ടികളുടെയും പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി. എന്നാലും നമുക്കും അതിൽ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ചാൻസും കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റിക്കുള്ള സീറ്റുകളുമുണ്ട്. ഇതാണ് മുസ്ലിം മൈനോറിറ്റിയുടെ സീറ്റുകളാണ്. മുസ്ലിം മൈനോറിറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജാപൂരുള്ള മുസ്ലിം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 54 സീറ്റുണ്ട്. അപ്പൊ ഇവർക്കും ഈ ഒരു കോട്ടയിൽ അപേക്ഷിക്കാവുന്നതാണ്. AAMC കോളേജാണ് വിജാപൂർ. മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. 54 സീറ്റാണ് ഉള്ളത്. അപ്പൊ ഇവർക്ക് 2 രീതിയിലും ഓപ്പൺ മെറിറ്റിലും അപേക്ഷിക്കാം, മൈനോറിറ്റി കോട്ടയിലും അപേക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡെന്റൽ കോളേജുകളുടെ സീറ്റ് മെട്രിക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാം ഓരോ സീറ്റുകളുടെ എണ്ണം മനസ്സിലാക്കി നമുക്ക് ഓപ്പൺ മെറിറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്തോ മോപ്പപ്പ് റൗണ്ടിലോ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർണാടകയിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. kea.kar.nic.in എന്ന വെബ്സൈറ്റിൽ എപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ NRI കോട്ടയിലേക്കുള്ള സീറ്റ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. NRI കോട്ടയിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഒരു സീറ്റ് മെട്രിക്സ് ഒന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. NRI സ്റ്റാറ്റസ് ഉള്ള കുട്ടികൾക്ക് ഈ സീറ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേഴ്സിന്റെ ഫീസുകളായിരുന്നു നമ്മൾ ആദ്യം കാണിച്ച. കുറച്ചും കൂടി NRIയുടെ അതേ എമൗണ്ട് ഫീസുള്ള ഒരു ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള സീറ്റുകളുടെ എണ്ണമാണ് അതേഴ്സ് എന്ന് പറയുമ്പോൾ. നമുക്ക് കുറച്ചും കൂടി സ്കോർ കുറഞ്ഞാലും കൂടുതൽ ഫീസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതേഴ്സിലേക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ സീറ്റുകളുടെ എണ്ണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേഴ്സിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഫീസ് കൂടുതലായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതേഴ്സിലെ ഓരോ കോളേജിന്റെയും MBBS സീറ്റുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊത്തം 196 സീറ്റുകൾ അതേഴ്സിലായിട്ടുണ്ട്. ഡെന്റൽ കോളേജുകളുടെ സീറ്റുകളും അതേഴ്സിൽ 104 സീറ്റുകളുണ്ട്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് കർണാടകയുടെ 24-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് റൗണ്ടിലോ മോപ്പപ്പ് റൗണ്ടിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കാരണം അത് ഫ്രഷ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ നടത്താവുന്നതാണ്. പക്ഷെ സെക്കൻഡ് റൗണ്ടിൽ മേ ബി കർണാടക അങ്ങനെ ഒരു എന്തെങ്കിലും ക്രൈറ്റീരിയ വെക്കുകയാണെങ്കിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.